ഹായ് ഫ്രണ്ട്സ് കേട്ടിപ്പോൾ അർജുനോട് ചോദിച്ചത്. അർജുൻ പറഞ്ഞു, അതെ ഗ്രാൻഡ് പാ, ഇവൾക്ക് മാരേജ് ആയോ? ഗ്രാൻഡ് പാ, അവൾക്ക് മാത്രമല്ല, ഇതാണ് എൻ്റെ ബേബി എന്ന് പറയാൻ പോയായിരുന്നു ഗ്രാൻഡ് പാനോട്. അപ്പം ഗ്രാൻഡ് പാനോട് ഇട്ടു, ഇതായത് കൊച്ച് അല്ലെ ഹീറോയിനെ, ഇതെൻ്റെ ബേബിയാണ് ഹീറോയിൻ പിടിക്കുന്നുണ്ട്. അപ്പം ഗേൾ ബേബി ഇത് പോയിട്ട് ഹീറോയിൻ ആക്ട് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഗ്രാൻഡ് പാക്ക് ഷോക്കായിരുന്നു. അപ്പോൾ ഇത് നിൻ്റെ കൊച്ചാന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഹീറോയിൻ ആക്ട് ചെയ്തായിരുന്നു. ഇതുണ്ട് ഇത് ബാ ഡാഡി, നീ എൻ്റെ ഡാഡി അല്ല എന്താ ബേബി പറഞ്ഞായിരുന്നു. ഇതുകൊണ്ട് ഹീറോയിൻ്റെ ചേട്ടൻ ഷോക്കായിരുന്നു. അപ്പോൾ ഹീറോയിൻ്റെ ചേട്ടൻ, ഞാൻ എൻ്റെ ബേബി എന്ന് പറയുന്നത് എടാ നീ ചുമ്മാ എന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ ഹീറോയിൻ്റെ അച്ഛൻ വന്നായിരുന്നു. അച്ഛൻ വന്ന് ചോദിച്ചായിരുന്നു, എന്താ ഇവിടെ നടക്കുന്നത്? അച്ഛ അത് എന്ന് പറയാൻ അച്ഛൻ ചോദിക്കായിരുന്നു, എനിക്കെന്തോ മറന്നു പോയിടാ എന്ന്. അച്ഛ എന്ത് പറ്റി അച്ഛ? എപ്പോഴാ അതിൻ്റെ കൊച്ചിക്ക് കല്യാണമായത്? ഹീറോയിൻ്റെ അച്ഛനൊക്കെ ഷോക്കായിരുന്നു. കല്യാണോ? അപ്പോൾ നിനക്ക് 2 പേരക്കുട്ടിയുള്ളത് കാര്യം നീ എന്നോട് പറഞ്ഞിട്ടുമില്ലല്ലോ എന്ന്. ഇതായിട്ട് ഹീറോയിൻ അമ്മക്കും അച്ഛനൊക്കെ ഷോക്കായിരുന്നു. പേരക്കുട്ടിയാ? ഇതെപ്പോൾ ഹീറോയിൻ തിരിഞ്ഞ് നോക്കിയായിരുന്നു. ഹീറോയിൻ ഒരുമാതിരി ചെറിയായിരുന്നു ഹീറോയിൻ അച്ഛനക്ക്. അങ്ങനെ ഹീറോയിൻ അച്ഛനക്ക് ഒരു കോൾ വന്നു. ശരി, ഈ കുട്ടീൻ്റെ ഓണർ വന്നു, അങ്ങനെ അവർ സംസാരിക്കാം. ശരി വന്ന് വെളിയിൽ വന്നു. അപ്പോൾ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ബോയ് വന്നായിരുന്നു. അകത്ത് വന്നു. സാർ എൻ്റെ കുട്ടി വന്നപ്പാ അകത്ത് വന്ന് പറഞ്ഞായിരുന്നു. ഡാഡി എന്നെ 2 കുട്ടി പോയിട്ട് അവർ പോയിട്ട് കെട്ടി പിടിച്ചു. അപ്പോൾ ഗ്രാൻഡ് ബുക്ക് ഷോക്കായിരുന്നു. അപ്പം ഇതാണോ എൻ്റെ ഹസ്ബൻഡ് എന്ന് തിരുവരിക്കായിരുന്നു. എന്താ ഗ്രാൻഡ്? അപ്പോൾ വാ മോനെ വാ അകത്ത് വരുന്നോ? എടാ അവിടുത്തെ ഒരു ആൻറ്റി വിളിച്ചായിരുന്നു, കോഫി എന്തോ ടോഫിയോ ടീയാവോ ഒരു ജ്യൂസ് കൊണ്ടുപോകാമെന്ന്. ജങ്കുക്ക് നല്ല കാരിങ് ചെയ്തത്. ജങ്കു കൺഫ്യൂസ് ആയിരുന്നു, എന്താ കാരിങ് ചെയ്യുന്നത് എന്ന് ജങ്കു കൺഫ്യൂസ് ആയിരുന്നു. മോളെ വാ ഇങ്ങ്. എന്താ ഗ്രാൻഡ് പാ പറ്റി? ഇല്ലമ്മോ, എൻ്റെ ഹസ്ബൻഡ് വന്നല്ലേ ഇപ്പോൾ റൂം കിട്ടുമെന്ന് പറഞ്ഞാണ് ഗ്രാൻഡ് പാ. ഇത് കേട്ട് ഹീറോയ്ക്ക് തല വീഡിയോ ഉണ്ടായിരിക്കാം. ഇല്ല ഗ്രാൻഡ് പാ, അതൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരിടത്ത് ഇരിക്കുക ഹീറോയ്ക്ക് തിരിക്കുക. ഇവൻ ആരും എനിക്കൊരില്ലല്ലോ എന്ന്. അപ്പോൾ ജങ്കുക്ക് മാസ്ക് ഊറി. അപ്പോൾ ഹീറോയ്ക്ക് ഷാക്കായിരുന്നു, ഇവൻ ഐഡലാണ്. അപ്പോൾ 2 പേരും ഇവൻ്റെതാണെന്ന് ഹീറോയ് ഷാക്കായി ജങ്കുക്കിന് നോക്കായിരുന്നു. ജങ്കുക്ക് തിരിക്കായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? ജങ്കുക്ക് ഒന്നും മനസ്സിലായില്ല. അയ്യോ ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞാണ്. ഗ്രാൻഡ് പാ പറയായിരുന്നു, എന്താ എന്തരാ? ഇല്ല ഗ്രാൻഡ് പാ, ഇങ്ങോട്ട് പോ ഗ്രാൻഡ് പാ, ഒന്ന് കാണിക്കൊണ്ടു ഇങ്ങോട്ട് പോ ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞു. ഇല്ലമ്മ, ഭർത്താവ് ഹസ്ബൻഡ് അവൾ നോക്കട്ടെ, ഇത് ഫുഡ് കഴിച്ചിട്ട് പോട്ട്. ഗ്രാൻഡ് പാ വാ, ഗ്രാൻഡ് പാ പോവാ. ഗ്രാൻഡ് പാനെ വിളിച്ചുകൊണ്ട് പോയായിരുന്നു ഹീറോയിൻ്റെ ചേട്ടനെ. ഇവിടുന്ന് അർജുൻ വിളിച്ചോണ്ട് പോയായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടനൊക്കെ അയ്യോ ഈ ഗ്രാൻഡ് പാൻ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹീറോയിൻ്റെ അച്ഛനൊക്കെ ഒരു കൺഫ്യൂസ് ആയിരുന്നു. ജങ്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാർ കുട്ടിയെ വിളിച്ചത് നന്ദി. 2 പേരും കുട്ടികളെ ഹാക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഓക്കെ ആയിരുന്നു. കുട്ടികൾക്ക് ക്യൂട്ടായിട്ടുണ്ട്. ഗേൾ ബേബി ഹീറോയിനൊക്കെ ക്യൂട്ടായിട്ട് ഈ ഒരു പോസ്റ്റ് കാട്ടായിരുന്നു. ഈ ഡ്രസ്സ് അതേമാതിരി ഡ്രസ്സാണ്. ബോയ് ബേബി വന്ന് 2 പേരും ഹീറോയിനെ കണ്ണത്ത് കിസ് അടിച്ച് ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. അപ്പോൾ അതിന് ജങ്കുക്കുരുടെ ഒരു ഗ്രാൻഡ് കേട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വൈഫോട് ജങ്കുക്കൊന്നും മനസ്സിലായില്ല. അർജുൻ പറഞ്ഞു കൊടുത്തായിരുന്നു. അർജുൻ വന്നപ്പോൾ പറഞ്ഞു കൊടുത്ത് ട്രാൻസ്ഫർ ആയിട്ട് പറയാമെന്ന് ഹീറോയിൻ്റെ അച്ഛനക്ക് മനസ്സിലായി. ശരിപ്പാ, അതിന് കുട്ടി നന്നായിട്ട് നോക്കിക്കോന്നു പറഞ്ഞായിരുന്നു. അങ്ങനായിട്ട് ശരി ഓക്കെ എന്ന് ജങ്കുക്ക് പറഞ്ഞു. ഡാൻസ് എന്ന് പറഞ്ഞായിരുന്നു. എനിക്കൊരു 1 മിനിറ്റ് നിന്നിട്ട് പറഞ്ഞത് ഹീറോയിൻ്റെ ഗ്രാൻഡ്മ പോയി പറഞ്ഞ ഒരു ബോക്സ് ഉണ്ടായി, സ്വീറ്റ് ബോക്സ്. അത് പറഞ്ഞ് ജങ്ക് കൊടുത്തു. ഇത് സ്വീറ്റ് ബോക്സ് കുട്ടികൾക്ക് 2 ബോക്സിൽ കൊടുത്തായിരുന്നു. പിന്നെ ജങ്കുക്ക് കൊടുത്തായിരുന്നു. ജങ്കുക്ക് വേണ്ട പറഞ്ഞ് സാരില്ല എന്ന് വെച്ച് വന്ന് 3 ബോക്സ് കൊടുത്തായിരുന്നു. ഹീറോയിൻ അവിടുന്ന് പോയായിരുന്നു. വലിയ എനിക്ക് ലേറ്റായി അമ്മ എന്ന് പറഞ്ഞു ഹീറോ റൂമിൽ പോയായിരുന്നു. അപ്പോൾ ജങ്കുക്ക് ഒന്നും മനസ്സിലായില്ല, ഇവരെന്താ സംസാരിച്ചറിയില്ല. ശരി ഓക്കെ ജങ്കുക്ക് ശരി ഡാൻസ് എന്ന് പറഞ്ഞു കൊടുക്ക് പോയിരുന്നു. ബേബീസിനോട് ജങ്കുക്ക് ചോദിച്ചായിരുന്നു, എന്താടാ ചെയ്തത് നടന്നതല്ല? അങ്ങനെ ബേബി പറയുന്നു, ഞാനവിടെ ഉണ്ടായപ്പോൾ ഞാൻ കുടുങ്ങി വരുന്നു. അതെ, ഞാൻ ഇവിടെ തേടി എഴുന്നല്ലോ പോയി അറിയോ ഡാഡി എന്ന് പറഞ്ഞു. ബോയ് ക്യൂട്ടായിട്ട് അതേന്ന് പറഞ്ഞ ഒരു റിയാക്ഷൻ കൊടുക്കായിരുന്നു. ഇങ്ങനെ 2 പേരെ വെച്ച് ഞാൻ എന്താ ചെയ്യുക? അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടനക്ക് ഗേൾ ബേബിനെ കണ്ടതിന് രക്ഷിച്ച് കൊണ്ടുവന്നത് ഹീറോയിൻ. അത് കണ്ട് ഹീറോയിൻ ക്യൂട്ടായിട്ട് പറയായിരുന്നു, എനിക്ക് അവിടെ അല്ല പുളിച്ചിന് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട്. അങ്ങനെയായിട്ട് ബേബി പറയായിരുന്നു. അങ്ങനെയായിട്ട് 2 പേരും കണ്ടിട്ട് പറയായിരുന്നു, എടാ കണ്ടുപിടിച്ച ശരി ഓക്കെ എന്ന്. അങ്ങനെ കുട്ടികൾക്ക് അവിടെ ഇരുന്നായിരുന്നു. ഹീറോയി കോളേജിലേക്ക് പോകാൻ ലേറ്റായി പറഞ്ഞ് ഇനി കോളേജിൽ പോയേ പറ്റൂ. അച്ഛാ എന്താടാ എന്ന് ഹീറോയിൻ അച്ഛൻ ചോദിച്ചായിരുന്നു. എന്നെ ഈ സ്കൂള് ഈ ചേട്ടനെന്ന് നോക്കിക്കട്ടെ എന്ന് പറഞ്ഞു. അർജുൻ ക്രിയേഷൻ ചേഞ്ച് എന്നതിന് മതി പറയുന്നത്. ചേട്ടന് പഠിച്ചു കഴിഞ്ഞിട്ട് സ്കൂളിൽ നോക്കിക്കോ.
അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് നോക്കാം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ കല്യാണം കഴിച്ചാൽ മത സ്കൂളിൽ പോകണ്ട. അപ്പോൾ ചേട്ടൻ ശരി ഞാൻ കല്യാണം കഴിക്കാം എനിക്ക് പെണ്ണ് നോക്കുക എന്ന് ഹീറോയിൻ്റെ ചേട്ടൻ അവിടെ നിന്ന് പോയിരുന്നു. ഹീറോ ഇവിടെ തന്നെ ഒരു ചിരി ചിരിച്ചായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടർക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. ശരി ഓക്കെ ഹലോ അവനെ ഫോൺ ചെയ്ത് വിളിച്ചായിരുന്നു. ശരി ഓക്കെ എന്നാൽ അങ്ങനെ ഇങ്ങനെ പെണ്ണ് കാണാൻ വിളിച്ചുകൊണ്ട് പോയിരുന്നു. അർജുൻ തലയത്ത് കായിട്ടായിരുന്നു. അങ്ങനെ പെണ്ണ് വന്നായിരുന്നു. പെണ്ണിന് കണ്ടാൽ നോക്കടാ പെണ്ണ് പെണ്ണ് നോക്കി അർജുനക്ക് ഷോക്കായിരുന്നു. എന്താ ഇവളാകുന്ന ഷാക്കായിരുന്നു. ഹീറോയിനെ നോക്കിയിരുന്നു. ഹീറോയിൻ ചിരിക്കായിരുന്നു. നടക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു. തല വയ്ക്കായിരുന്നു. അതിന് രണ്ടുപേർക്ക് എൻഗേജ്മെൻറ്റ് നടന്നായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ നിന്നമ്മ ഇങ്ങനെ ചെയ്തത് ഇല്ല ചേട്ടാ ചുമ്മാ വെറുതെ ചെയ്തത് എന്നെ പറഞ്ഞത്. ഹീറോയിൻ്റെ ചേട്ടന് ഷാക്കിലുണ്ടായിരുന്നു. അങ്ങനെ ആയിട്ട് ഡേയ്സ് പോകാന് അവർ ഷൂട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊറിയൊക്കെ പോയി. ഇപ്പോൾ ഹീറോയിൻ്റെ ചേട്ടനക്ക് മാരീഡ് ചെയ്ത് വന്നായിരുന്നു. മാരേജ് വേഗം അവർ കുറേ നാളായി പോയിട്ട് കൊറിയൊക്കെ. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടനക്ക് മാരേജാണ്. അർജുനും പെണ്ണ് നോക്കിയിട്ട് ഓ ഇവളാണോ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ സന്തോഷത്തിലുണ്ടായിരുന്നു. അതെ ഹീറോയിൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ പേരാണ് പ്രിയ. അതെ പ്രിയ എന്ന പേരാണ്. പ്രിയമണി എന്ന പേരാണ്. ക്യൂട്ടായിരുന്നു. അങ്ങനെയായിട്ട് പ്രിയക്കും അർജുനക്കും മാരേജും ആയി. അനു ചിരിക്കായിരുന്നു. നടക്കട്ടെ ചേട്ടാ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ രണ്ടുപേർക്ക് മാരേജും നടന്നു. അങ്ങനെ ഹീറോയിൻ സ്കൂൾ നന്നായിട്ട് നോക്കിക്കോ എന്ന് പറഞ്ഞായിരുന്നു. പ്രിയ പറഞ്ഞ സ്കൂള് അതെ ടീച്ചർ സ്കൂൾ ടീച്ചറായിട്ടാണ് ജോയിൻ ചെയ്തത്. അതെ സ്കൂൾ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തത്. ഹീറോയ്ക്ക് പ്രിയക്ക് അങ്ങനെ സ്കൂൾ ടീച്ചറാണ് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് സ്കൂൾ ടീച്ചറായി മാറിയായിരുന്നു. ഹീറോ അവനായിട്ട് പറഞ്ഞു അങ്ങനെ സ്കൂൾ ടീച്ചറായി മാറിയായിരുന്നു. അങ്ങനെയായിട്ട് പ്രിൻസിപ്പളായി സ്കൂൾ ടീച്ചറാണ് പ്രിൻസിപ്പളായി മാറി. അർജുൻ പറഞ്ഞായിരുന്നു നീ ടീച്ചറായിരുന്നു അത് നീ പ്രിൻസിപ്പളൊന്നും ആയിക്കോന്ന് പറഞ്ഞു. പ്രിയ ഓക്കെ എന്നാ പറഞ്ഞായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങിയാണ്. പ്രിയ ഓമനിച്ചേനെ കണ്ട് അർജുനെ നോക്കായിരുന്നു ഹീറോയി. ചേട്ടാ ശരിയില്ലല്ലോ എന്ന് പറഞ്ഞത് എന്തിനാ ചേട്ടൻ ഓമൻ ചെയ്യുന്നതുകൊണ്ടും അപ്പോൾ പ്രിയ ഓമൻ ചെയ്യുന്നു എന്താണ് നടക്കുന്നത് രണ്ടുപേരും ഇത് ഓമട്ടി പോട്ടി വെക്കുക. ഇത് കേട്ട് ഹീറോയിൻ്റെ ഗ്രാൻഡ് വന്ന് തലയിലയച്ചു. എന്തിനിങ്ങനെ പറയുന്നത് ഇല്ല ഓമൻ ചെയ്യുന്നു ഇത് എന്തായാലും ഗ്രാമം നോക്കി ഷോക്കായിരുന്നു.